ചിലർ ഇന്നർ റജുല ലയഅമലു ബിഅമലിൽ ജന്ന ഫീമാ യബ്ദുലുൻ നാസ് വഹുവ മിൻ അഹ്ലിൻ നാർ തുടങ്ങിയ ഒരു വലിയൊരു ഹദീസിനെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ചരിത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഹദീസ് പറയുന്നത് തന്നെ. ചില ആളുകൾ ലയഅമലു ബിഅമലിൽ ജന്ന, അവർ സ്വർഗാവകാശികൾക്ക് വേണ്ടിയുള്ള അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ദൈനംദിനം നല്ല കാര്യങ്ങൾ മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ആളുകൾ ഉണ്ടാകും. ഇന്ന റജുല ലയഅമലു ബിഅമലിൽ ജന്ന, പക്ഷേ ഫീമാ യബ്ദുലുൻ നാസ് വഹുവ മിൻ അഹ്ലിൻ നാർ, അവർ എന്തായിരിക്കും? നരകത്തിന്റെ അഹ്ലുകാരായിരിക്കും. സാന്ദർഭികമായ ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഈ വരുന്ന ആളുകളൊക്കെ പുറകിൽ ഇരിക്കുന്നതിന് മുമ്പ് മുന്നിലെ സെഫിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുകയാണെങ്കിൽ ബാക്കിൽ ആളുകൾ വരുമ്പോൾ അതിനനുസരിച്ച് ഇരിക്കാൻ കഴിയും. മറ്റേത് നമ്മളിങ്ങനെ ആദ്യേ പുറകിൽ പോയി ഇരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സംഗതി, ആളുകൾ പിന്നെ നിങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ കയറിയിരിക്കേണ്ടി വരും. ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന റജുല ലയഅമലു ബിഅമലിൽ ജന്ന, സ്വർഗത്തിന് വേണ്ടി ഇങ്ങനെ പണിയെടുക്കും, പക്ഷേ നരകത്തിന്റെ ആളുകളാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഈ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ സങ്കടം തോന്നിപ്പോവുകയാണ്, വൈകാരികമാവുകയാണ്. ഞാനിതിങ്ങനെ സഹീഹുൽ ബുഖാരിയിൽ കണ്ട ഹദീസാണ്. എനിക്ക് മുന്നോട്ട് പോവാൻ പോലും കഴിയുന്നില്ല. പരിശുദ്ധ റസൂൽ ഒരിക്കലൊരു സഹാബിയെ കുറിച്ച്, സഹാബി എന്ന് പറയാൻ വയ്യ, ഒരുപാട് അമല് ചെയ്യാണ്. നമ്മളിങ്ങനെ നിസ്കരിക്കുന്നു, നമ്മുടെ പള്ളിപ്പറമ്പിലേക്ക് എത്ര മയ്യത്തുകളാണ് എത്തുന്നതെന്നറിയുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട്, മനുഷ്യരെന്താ ഇങ്ങനെയെന്ന് പലപ്പോഴും ചിന്തിച്ചു പോവല്ലോ. നമ്മളുടെ അന്ത്യം, അവസാനത്തെ കുറിച്ചും പലരും ചിന്തിക്കണില്ല എന്നത്. പരിശുദ്ധ റസൂൽ ഒരാളിങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധം ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് സഹാബാക്കളടുത്ത് പറഞ്ഞത്രേ, ആ മനുഷ്യൻ നരകത്തിലാണ്, നരകത്തിന്റെ അഹ്ലുകാരനാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കാനെത്തിയവരെ, ജുമഅക്ക് വരുന്നവരെ, അവസാന നിമിഷം ഒരു മനുഷ്യനെ നന്നായി കിട്ടുക എന്നത് വലിയ തൗഫീഖാണ്. സഹാബാക്കൾ ചോദിച്ചു, കൂടെ യുദ്ധം ചെയ്യുന്ന മനുഷ്യരിങ്ങനെ ചോദിച്ചു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്യുന്ന ഒരാളെ കുറിച്ച് പരിശുദ്ധ നബിയെ അങ്ങനെ പറയുമ്പോ വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷേ യുദ്ധം കഴിയുന്നതിന്റെ മുമ്പ് ഒരാൾ, ശത്രു ഈ മനുഷ്യന്റെ നേരെ എറിഞ്ഞപ്പോ ശക്തമായ ശരീരത്തിലേക്ക് ഏറുകൊണ്ടു. അദ്ദേഹം മരണവെപ്രാളത്തിൽ കഴിഞ്ഞു. അപ്പോഴും പറഞ്ഞത് അയാൾ ഷഹീദാവുമെന്നാണ്. പക്ഷെ ആ മരണവെപ്രാളത്തിൽ അയാളുടെ വാളിനെ നിലത്ത് കുത്തുകയും നേരെ തിരിച്ചു കുത്തിവെച്ച് ആ മനുഷ്യൻ വാളിന്റെ മുനയിലേക്ക് വയറ് തള്ളിക്കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു രംഗത്തേക്ക്, ജീവിതം മുഴുവനും നന്മ ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് പരിശുദ്ധ റസൂൽ പറഞ്ഞു, വഹുവ മിൻ അഹ്ലിൻ നാർ. അങ്ങനെയാണ് എല്ലാം ചെയ്തു അവസാനം നട്ടത്തിന്റെ ബോധത്തിൽ കഴിയേണ്ടി വരുന്ന ഒരാളെ കുറിച്ച് പരിശുദ്ധ റസൂൽ സഹാബാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ ഒരു സംഗതി. ഒരു പരിശുദ്ധ റസൂൽ പറയുന്നുണ്ട് ഒരു വാക്ക്. ആലോചിക്കുക, നമ്മളൊക്കെ ഇങ്ങനെ കഴിയാണ്, വലിയ വലിയ അന്തസ്സോടെ കഴിയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ മരണത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഒന്നിരിക്കൽ കരിപ്പൂർ എയർപോർട്ടിൽ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മുടെ മഹലിൽ നിന്ന് ചിലർ ഒരു മയ്യത്തിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ദിവസമാണ്. ജാസിം എന്ന പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജനാസയെ, അവന്റെ വിധി ഇങ്ങനെയാണ്. ഒരുപാട് ആഗ്രഹങ്ങളില്ലേ അവന്റെ ഹൃദയത്തിൽ, ഒരുപാട് ആശകൾ, ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് നടപ്പിലാക്കലുകൾ, ഒരുപാട് കരുതലുകൾ. ഒരു കുഞ്ഞുമോന്റെ പിതാവ്, ഒരു 1.5 വയസ്സായ കുട്ടിയുടെ പിതാവ്, 28-27 വയസ്സുകാരിയായ ഒരു പെൺകുഞ്ഞിന്റെ ഭർത്താവ്, ലോകത്തോട് ഒരു അത്ഭുതകരമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ വിട പറഞ്ഞു പോയ രംഗം അവനോ നമ്മളോ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ മരിച്ചുപോയി. ഇതാണ് മനുഷ്യൻ. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുന്നില്ല.
എല്ലാമായിട്ടും മനുഷ്യൻ വീണ്ടും ദുനിയാവിന്റെ പിന്നാലെ വീണ്ടും വീണ്ടും സഞ്ചരിക്കുകയാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകും, ആളുകൾ എന്താ, നമ്മളെന്താ ഇങ്ങനെയൊക്കെ. അല്ലാഹു റസൂൽ എല്ലാ ദിവസവും ദുആ ചെയ്തിരുന്ന ദുആ ഉണ്ട്, നിങ്ങൾക്ക് അറിയണം എന്താ? നമ്മളും ആ ദുആ ചെയ്യണം. എല്ലാ ദിവസവും പരിശുദ്ധ റസൂൽ ചെയ്തിരുന്ന ഒരു ദുആ ഉണ്ട്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഇത് ആരാണെന്നറിയുമോ? പരിശുദ്ധ റസൂൽ. എന്തിനാ അല്ലാഹു റസൂൽ ഇങ്ങനെ ഒരു ദുആ ചെയ്യേണ്ട ആവശ്യമെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ്, മനസ്സിനെ, ദുആന്റെ ആരംഭം തന്നെ നോക്ക്, മനസ്സിനെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, മനസ്സിന് ചാഞ്ചല്യം വരുത്തുന്ന റബ്ബേ, മനസ്സിന് ഡിഫറന്റ് മൈൻഡുകൾ കൊടുക്കുന്ന റബ്ബേ, എന്റെ ഖൽബിന് നീ സ്ഥിരത തരണം, അലാ ദീനിക, നിന്റെ ദീനിന്റെ മേൽ എനിക്ക് സ്ഥിരത തരണേ എന്ന് പരിശുദ്ധ റസൂൽ ദൈനംദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദുആ ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ്. നമ്മളോ ആലോചിച്ചു നോക്കിയും, ഒരു മദ്യം കഴിക്കുന്ന മനുഷ്യൻ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അവനെ കുറിച്ച് അവൻ ചിന്തിക്കണമെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ. പടച്ചവനെ, ഞാൻ ഈ മദ്യം കഴിക്കുന്ന ഈ സമയം മരണപ്പെട്ട വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, മനുഷ്യരെ, നമ്മൾ വ്യഭിചരിക്കുന്ന സമയത്ത് ചിന്തിക്ക്, ഞാൻ ഈ വ്യഭിചരിക്കുന്ന ഈ സമയം മരണപ്പെട്ടാൽ, ഹറാമിന്റെ ഭക്ഷണം തേടി നടക്കുന്ന മനുഷ്യരെ, പലിശ ഇടപാടുകൾ നടത്തുന്ന സമയം, അല്ലെങ്കിൽ അവിഹിതങ്ങൾ നടത്തുന്ന സമയം, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായി നടക്കുന്ന സമയം, ആ സമയത്ത് പടച്ചവനെ, ഞാൻ ഇന്ന് ഈ സമയം ഇങ്ങനെ അങ്ങ് മരിച്ചുപോയാൽ, സുബഹിക്ക് ബാങ്ക് കേട്ടിട്ടും ബാങ്ക് കേൾക്കാതെയും നിസ്കരിക്കാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നുറങ്ങുമ്പോൾ ആലോചിച്ച് നോക്കി, ആ സമയത്തൊരു മനുഷ്യൻ അങ്ങനെ മരിച്ചുപോയാൽ അവന്റെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദിക്ർ, നിന്റെ ദീനിന്റെ മേൽ ഒരു സ്ഥിരത. ഈ ആരോഗ്യത്തിനൊക്കെ ഒരു ആയുസ്സുണ്ട്, ഈ വമ്പിനും വീമ്പിനും ഒക്കെ ഒരു ആയുസ്സുണ്ട്. ഇതെല്ലാം അവസാനിച്ചു പോകുന്ന ഒരു സമയം വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു വലിയ മുതലാളിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ മുതലാളി വലിയ സമ്പന്നനും വലിയ പൗരപ്രധാനിയുമായ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആഖിബത്ത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ നല്ല സദസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ആഖിബത്ത് മോശമാവാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് നല്ല സദസ്സിൽ പങ്കെടുത്ത് എനിക്കും ആഖിബത്ത് മോശമാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ മനുഷ്യൻ ആ ഒരു വാക്ക് പറഞ്ഞപ്പോ അല്ലാഹു അവന്റെ റിക്കാർഡ് മാറ്റിക്കൊടുത്ത് ആഖിബത്ത് നന്നാക്കി എന്നതാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോകും, മനുഷ്യന് സമയമില്ലെന്ന് പറഞ്ഞു നടക്കുന്നവൻ, സമയം ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലത്ത് ഒന്നിനും സമയമില്ലാത്ത മനുഷ്യന്റെ സമയത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത മരണം അവനിലേക്ക് തേടി വരും എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മള് പല വെള്ളിയാഴ്ചകളിലും ജുമാക്ക് ശേഷം ഇവിടെ ഇങ്ങനെ തഹ്ലീൽ ചൊല്ലും. പലരും അവന്റെ ജീവിതത്തിന്റെ ദൈനംദിനത്തിന്റെ ആവശ്യത്തിന്റെ പരക്കം പാച്ചലിന്റെ പിറകിലാണ്. അതിനെയൊക്കെ നമ്മൾ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുമ്പോഴും ഒരു മനുഷ്യന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവന് ഹദിയ കൊടുക്കുകയും ആ ചെല്ലുന്നതോടെ തനിക്കൊരു അവസാനം വരാനുണ്ടെന്നും തനിക്കൊരു തഹ്ലീൽ ചെല്ലണമെന്നും അതിനുശേഷം എനിക്ക് വേണ്ടി മറ്റുള്ളവരും ചെല്ലണമെന്നും എന്നുള്ള വിശ്വാസത്തിലും ബോധത്തിലും കഴിയുന്നവന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി ഞാൻ ഒരു വാക്ക് പറയാൻ, എവിടേക്കാണ് നമ്മൾ ഓടുന്നത്? എവിടെ അങ്ങനെ കിലോമീറ്ററുകളിൽ താണ്ടിയവനും വലിയ വഴികൾ സഞ്ചരിച്ചവനും ലോകത്തിന്റെ മുക്കുമൂലകളിൽ കടന്ന് വലിയ സഞ്ചാര പദങ്ങൾ കീഴടക്കിയവന്റെയും അവസാന ശ്വാസോച്ഛ്വാസം കഴിഞ്ഞാൽ അവനും എത്തിപ്പെടാനുള്ളത് 6 അടി മണ്ണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മാത്രം പോകുന്ന മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിന് ഇത്ര മാത്രമേ വിലയുള്ളൂ എന്നത്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെ നേടണം, അതിന്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ നേടുന്നു, പക്ഷേ എല്ലാം നേടി ക്ലൈമാക്സ് മോശമാകുന്ന തലത്തിലേക്ക് മനുഷ്യൻ പോകുമ്പോ എല്ലാത്തിനും ക്ലൈമാക്സ് ഉണ്ട്. ഒരു വിഷയത്തിന്റെ ക്ലൈമാക്സിനെ, ആഖിബത്തിനെ, എൻഡിനെയാണ് അവൻ കണക്കാക്കപ്പെടുന്നത്. എല്ലാം അങ്ങനെയാണെന്ന്. എല്ലാരും ഒരു ജോലി ചെയ്യുമ്പോൾ കാത്തു നിൽക്കുന്നത് അതിന്റെ ക്ലൈമാക്സിലെ ശമ്പളം വാങ്ങാനാണ്, സാലറി വാങ്ങാനാണ്.
അതിന്റെ അവസാനത്തിലേക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ജോബ് ചെയ്യുമ്പോ അവന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവൻ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയി കിട്ടുന്ന പെൻഷൻ ഉണ്ട് എന്നറിയുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ്. ജീവിതത്തിനുമുണ്ട് റിട്ടയർഡ്, ജീവിതത്തിന്റെ ക്ലൈമാക്സ് അത് ആഖിബത്താണ്, അവസാന നിമിഷം. നീ അങ്ങോട്ട് വേറെ വഴിയില്ലാത്ത ദിവസം. ആ ആഖിബത്ത് നന്നാവാൻ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മകൾ ചെയ്യുമ്പോ, നുണകൾ പറയുമ്പോ, കളവുകൾ ചെയ്യുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. പടച്ചവനെ, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ അവസാനത്തെ വാക്ക് കളവാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ വയറ്റിലുള്ളത് മദ്യമാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ പലിശയുടെ പാടിലാണ്. പിന്നെ എന്തു നേടി എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യുബ്അദു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. വല്ലാത്തൊരവസ്ഥയാണത്. ഒരാൾ എങ്ങനെയാണോ മരിച്ചത് ആ രൂപത്തിലാണ് അയാളെ പുനർജീവിപ്പിക്കുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, ഹദീസിന്റെ പുറകിൽ കാണാം, നീ മരിക്കുന്ന സമയത്ത്, ഇതാരും അറിയാത്ത കാര്യമാണ്, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ അറിയുകയുള്ളൂ. ഞാൻ പലപ്പോഴും പലതവണകൾ പലവിടെയും പറഞ്ഞ സംഗതിയാണ്. എല്ലാത്തിനെയും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. പള്ളിയുടെ മിമ്പറിന്റെ മുമ്പിലിരിക്കുന്നവനും ചർച്ച ചെയ്യപ്പെടാനുള്ളത് അള്ളയുണ്ടോ ഇല്ലേ എന്നാണ്. പള്ളിയുടെ മുന്നിലെ സഫിൽ നിന്ന് പ്രസംഗിക്കുന്നവനും ചർച്ച ഇന്ന് ചെയ്യപ്പെടാനുള്ളത് അവനും തിരുത്തി കൊടുക്കേണ്ടത് സ്വർഗമുണ്ടോ ഇല്ലേ എന്നതിന്റെ തെളിവുകളാണ്. നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖബറിൽ അദാബിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും ചർച്ചയാണ്. അല്ലാഹുവിനെ കുറിച്ച് ചർച്ച, റസൂലുള്ളാഹിനെ കുറിച്ച് ചർച്ച. അങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ലോകത്ത് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, പ്രിയപ്പെട്ടവരെ, എല്ലാം നിങ്ങൾ ചർച്ച ചെയ്യും. എല്ലാം സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? എല്ലാവരും പറയുമില്ലെന്നേ. മരണമുറപ്പാണ്. ആ ഒരു വല്ലാത്ത വേദനാജനകമായ ഭീമത്സകരമായ അന്തരീക്ഷത്തിലേക്ക് മനുഷ്യൻ ഇങ്ങനെ എത്തുന്ന സമയത്തെ കുറിച്ച് പരിശുദ്ധ റസൂൽ പറയാൻ, ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ കാണുക പോലും ചെയ്യും. ആരെ? നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ ചങ്ങാതിമാരെ. ഏതൊന്നിന്റെയും അവസാനം എന്ന് പറയുന്നത് ആ കഥയുടെ ലാസ്റ്റ്, അതിന്റെ വൽഹാസിൽ പോലെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആരോടൊക്കെയാണോ ഇടപെടുന്നത്. ഞാൻ ഈ കൂട്ടത്തിൽ കുറച്ച് സുഹൃത്തുക്കളായി നല്ല ബന്ധമാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇത് മുസ്ലിമിലുള്ളതാണ്. ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവരുടെ ചങ്ങാതികളെ പോലും അത് മോശമായ കൂട്ടുകാരാണ്. കൂട്ടുകാരെന്ന് വെച്ചാൽ അത് സുഹൃത്തുക്കളാവാം, ഭാര്യയാവാം, ആരോവട്ടെ, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകളെ മരണസമയത്ത് മരിക്കുന്ന നേരം അവർക്ക് കാണാൻ പറ്റുമെന്നതാണ്. അല്ലാഹു നല്ല ആളുകളെ കാണാനുള്ള ഒരു അവസരം അല്ലാഹു നൽകട്ടെ. ചർച്ചകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും ടെലഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചർച്ചകൾ നടക്കട്ടെ. നമുക്ക് വേണ്ടത് വൽആഖിബത്തുൽ മുത്തഖീൻ എന്ന തലത്തിലേക്ക് മാറലാണ്. പരിശുദ്ധ റസൂൽ പറയുന്നു, ഇന്ന ശൈത്താന യഅതി മൻ ഹലറഹുൽ മൗത്ത് വഫീ യദിഹി കൗസും മിൻ മാ. ഇത് ചെറിയ കാര്യമല്ല, എല്ലാ മനുഷ്യനും നേടാൻ കഴിയുന്നേ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ശൈത്താൻ, തീർച്ചയായിട്ടും ശൈത്താൻ, യഅതി മൻ ഹലറഹുൽ മൗത്ത്, ഒരാൾ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. ആ മരിക്കാൻ കിടക്കുന്ന വീട്ടിലേക്ക് നമ്മൾ പലപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ വീടുകളിലേക്ക് പോകുന്ന സ്വഭാവത്തെ തിരുത്തണമെന്ന് ഞാൻ പറയുന്നതൊക്കെ നടക്കട്ടെ ഒരു ഭാഗത്ത്. പക്ഷെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു, അതിലേറെയൊക്കെ അഫ്ളല് അതിനു മുമ്പൊന്ന് ചെല്ലി രോഗിയായിരിക്കുമ്പോ ചെന്നിട്ട് ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ വാക്കുകൾ പറയും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ നിർത്തുകയാണ്, ഒരു വെള്ളവുമായിട്ട് വരും. കൗസ് എന്ന വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചത് കൂജ എന്നാണ്. കൗസ് അറബിയിൽ കൗസ് എന്ന് പറഞ്ഞാൽ കൂജ എന്നാണ് വാക്കിന്റെ തന്നെ മാന, അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ മലയാള ഭാഷ. ആ കൗസ് കൊണ്ടുവന്നു തരും. അതിൽ കുറച്ച് വെള്ളവുമായിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോ ഒരു മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ പള്ളിക്കുള്ളിൽ പറയുമ്പോ ഇത് എനിക്ക് മാത്രമല്ല, ഈ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരുടെ സമീപത്തേക്കും മരണാസന്നമാകുമ്പോ ഒരു മനുഷ്യന്റെ ഒരു വർഗത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി നിശ്ചയിച്ചതുപോലെ ശൈത്താന്റെ ഒരു ഡ്യൂട്ടി പോലെയാണ് മരണാസന്നമായ മനുഷ്യന്റെ സമീപത്തേക്ക് കൗസും മിമ്മാ മുഹമ്മദ് മുസ്തഫ
ഇതിനെയൊക്കെ ഇല്ല എന്ന് നമുക്ക് അവഹേളിക്കാം. ഇതൊന്നും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കൂജയിൽ ഒരു അല്പം വെള്ളവുമായിട്ട് മനുഷ്യന്റെ സമീപത്തേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വിഷയത്തിന് പരിശുദ്ധ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാൻ ആ വെള്ളത്തിൽ കൊണ്ടുവന്നു തരുന്ന സമയത്ത് ഈ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഈ മനുഷ്യന്റെ അവസ്ഥ എന്താ? നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ ആഖിബത്ത് നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. കാരണം നിങ്ങളുടെ ഖളാഇനെ മാറ്റിമറിക്കാൻ ലോകത്ത് ദുആഇനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. ദുആക്ക് പോലും നിൽക്കാൻ സമയമില്ലാത്ത ഒരു സമുദായത്തോട് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചു കൊടുക്കാൻ ദുആ കൊണ്ട് മാത്രമേ ഒരു മനുഷ്യന്റെ ഖളാ മാറ്റിമറിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് പരിശുദ്ധ ഹബീബ് പറഞ്ഞു വെച്ചത്. അത്തുഷാൻ എന്ന് പറയുന്ന അറബിയിൽ അത്തുഷാൻ, ഗൾഫ് പ്രവാസികൾ ഉണ്ടാകും. എന്താ അത്തുഷാന്റെ അർത്ഥം? എന്താ അത്തുഷാന്റെ മലയാള ഭാഷ? അത്തുഷാൻ എന്ന് പറഞ്ഞാൽ ദാഹം, ദാഹം. ആ അത്തുഷാൻ എന്ന വാക്കിന്റെ ഉള്ളിലേക്ക് പോയാൽ അത് ആ ദാഹത്തിന് മനുഷ്യൻ വെള്ളം കൊടുത്താൽ തീരാത്ത, ശമിപ്പിക്കാൻ കഴിയാത്ത അത്രത്തോളം വലിയ ദാഹം ഒരു മനുഷ്യനുണ്ടാകും. മരണസമയമാകുമ്പോ ഒരു മനുഷ്യൻ കൊണ്ടുപോയി സംസം വെള്ളം ഒരു തുണിയിൽ വെച്ച് അവന്റെ അവസാനത്തെ നിമിഷത്തിൽ ചുണ്ടിലേക്ക് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുന്ന ഒരു രംഗമുണ്ടെന്ന് നമ്മൾ പലരും ചെയ്തതാണ്. അല്ലെങ്കിൽ മറ്റൊരു വെള്ളം. ഈ സമയത്തൊരു മനുഷ്യന്റെ കൽബ് കൊണ്ട് ദാഹിക്കുന്ന ദാഹത്തെ തീർക്കാൻ ഒരു മനുഷ്യന്റെ വെള്ളം എന്ന് മാത്രമല്ല, ബഹറിലെ വെള്ളം മുഴുവനും അടിച്ചു സെറ്റാക്കി ഒരു മനുഷ്യൻ ഒഴിച്ചു കൊടുത്താൽ പോലും തീരാത്ത ദാഹം ഉണ്ടാകുന്ന ഒരു രംഗം ഈ ഇരിക്കുന്ന നമ്മുടെ നാട്ടിൽ, ലോകത്ത്, ദുനിയാവിലുള്ള സകല മനുഷ്യരും അനുഭവിക്കുമെന്ന് പരിശുദ്ധ ഹബീബ്. ആ സമയത്ത് അത് സരളം, അത് ലളിതമായ രൂപത്തിൽ ആ ദാഹം തീർക്കാൻ കഴിയണമെങ്കിൽ മലക്കുകളുടെ സാമീപ്യവും അവരെ വെള്ളവും കിട്ടണമെന്ന് പറയുന്നുണ്ട്. മജ്ലിസുൻ നൂറിന്റെ അവസാനത്തൊരു ബൈത്ത് പോലും ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈന വനാട്ടുവാൻ എന്നാണ്. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസ്, അവിടെ പറഞ്ഞു കൂസ്, കൂസിനെ കാട്ടിടും. അത് അറബിയാണ്, അതൊരു ഉറുദു വാക്കാണ് കൂസ്. ഇതൊരു അറബിയാണ്. കസ്, അറബിയിൽ കസ് കൂജയാണ്, ഉറുദുവിൽ കൂസ് എന്ന് പറഞ്ഞാൽ കൂജയാണ്. ഇത് കാട്ടിടും, നേരം വരാട്ടുവാൻ, അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് ആഖിബത്ത് നന്നാക്കണം. ഒരു ദുആ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് സദാ സമയവും ദുആ ചെയ്യാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് സലാം വീട്ടി ഉടനെ സൂചിപ്പിക്കും. നിങ്ങൾ അറിയേണ്ട, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.